നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോകൾ ചെയ്യുമെന്നായിരുന്നു തെളിവെടുപ്പിനിടെയുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. നിർത്തില്ല. ഗാന്ധി സുരേഷ്, നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഹാജരാക്കിയത്. രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നും ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ച് അപമാനിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. അറസ്റ്റ് നിയമപരമല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിക്കുമെന്നും തെളിവെടുപ്പും കസ്റ്റഡിയും വേണമെന്നും ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസന്വേഷണം തുടക്കഘട്ടത്തിലായതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളി. പൂജപ്പുര ജില്ലാ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ച കള്ളമാണ് ഈ കേസ്. ഹാജരാകാനുള്ള നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നത് പോലീസിന്റെ വ്യാജവാദമാണെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ. കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവായിരുന്നു. ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ ഈശ്വറിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ ധാരണ. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ധാരണ. പ്രധാന നേതാക്കൾക്കിടയിൽ നടന്ന കൂടിയാലോചനയിലാണ് തീരുമാനം. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. കൂടുതൽ വിവരങ്ങളുമായി ആർ സുജിത്ത് ചേരുന്നു. സുജിത്ത്, എങ്ങനെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഇടയിലെ ആലോചനകൾ? രാഹുലിനെതിരെ ഇനി എന്ത് നടപടിയെന്നാണ് കൂടിയാലോചന? ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ആക്ഷേപങ്ങളല്ല, മറിച്ച് രേഖാമൂലമുള്ള പരാതിയാണ്. പോലീസ് അക്കാര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി വേണം എന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാണ്. അതുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് വരുന്നത് അത് നോക്കി ബാക്കി നടപടികൾ തീരുമാനിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സമീപകാലത്തെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനയിലൂടെയാണ് സംഭവിക്കുന്നത്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. ഒറ്റക്കെട്ടായി പോകണം. അതുകൊണ്ട് തന്നെ ഒറ്റയുള്ള തീരുമാനങ്ങളിലേക്ക് പോകരുത്. എല്ലാവരുമായും ആലോചിച്ച് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശം കൂടിയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇപ്പോഴത്തെ പരാതിയും അനുബന്ധ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള നേതാക്കന്മാർക്കിടയിലുള്ള ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് ആന്റിസിപ്പേറ്ററി ബെയിലിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഒരുപക്ഷേ ജാമ്യാപേക്ഷ തള്ളുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനം ആ ഘട്ടത്തിൽ വരാനുള്ള സാധ്യതയാണ്. അതിലേക്കാണ് നേതാക്കളുടെ ആലോചന പോകുന്നത്. എങ്കിൽ പോലും തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട. എന്നാൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ കോടതി തീരുമാനമെടുക്കുന്നവരെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്ന നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡും KPC നേതൃത്വവും നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മറ്റും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയും പ്രതികരിക്കാതെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തുടർന്ന് കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്നും വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന നിർദ്ദേശവും KPCC DCCകൾക്കും മറ്റും നൽകിയിട്ടുണ്ട്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 5ാം ദിവസവും ഒളിവിൽ. വ്യാപക പരിശോധന നടത്തിയിട്ടും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല. പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങിയതെന്ന് കരുതുന്ന ചുവന്ന കാർ സിനിമാ താരത്തിന്റേതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും MLA വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരത്തിന്റെ വാഹനമെന്നത് സംശയിച്ച് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു. പത്തനംതിട്ടയിൽ രാഹുലിനും രണ്ടാം പ്രതി ജോബി ജോസഫിനുമായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്.
രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. CCTV DVR SIT കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതെന്ന സംശയത്തിൽ കെയർടേക്കറെ SIT ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. OICC കുവൈറ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഏകോപിത പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഷിബു ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗം OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. OICC നാഷണൽ പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളീക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിൽ മലയാള സിനിമാ പ്രേമികളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ സിനിമ ഗോസ്റ്റ് പാരഡൈസിന്റെ ആദ്യ പ്രദർശനം നടന്നു. സുരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ 25-ൽ പരം മലയാളി കലാകാരന്മാർ വേഷമിട്ട മലയാള ചലച്ചിത്രം ഗോസ്റ്റ് പാരഡൈസിന്റെ ആദ്യ പ്രദർശനം ക്യൂൻസ്ലൻഡിലെ ബ്രിസ്ബെയിൻ ഇവൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നടന്നു. മലയാളികളുടെ നേതൃത്വത്തിൽ ക്യൂൻസ്ലൻഡിലെ ആദ്യ മലയാള ചലച്ചിത്ര സംരംഭമാണ് ഗോസ്റ്റ് പാരഡൈസ്. ഓസ്ട്രേലിയയിൽ ചലച്ചിത്ര മേഖലയിൽ പരിശീലനം ലഭിച്ചവരെയും കേരളത്തിലെ പ്രമുഖ മലയാള ചലച്ചിത്ര നടീനടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗോസ്റ്റ് പാരഡൈസിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഗ്ലോബൽ മലയാളം സിനിമയുടെ ബാനറിൽ ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെയാണ് ചിത്രം പുറത്തിറക്കുന്നത്. കേരളത്തിലും ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയിൽ ജോയ് കെ മാത്യു, കൈലാഷ്, ശിവജി ഗുരുവായൂർ, സോഹം സീനുലാൽ, സാജു കൊടിയൻ, മോളി കണ്ണമാലി, ലീലാകൃഷ്ണൻ, അംബിക മോഹൻ, പൗളി വത്സൻ, കുളപ്പുള്ളി ലീല, ടാസോ, അലന എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നു. സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ സ്ഥിരതാമസമാക്കിയ ആലപ്പുഴ സ്വദേശി ജോയ് കെ മാത്യുവാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സുരാജ് സെബാസ്റ്റ്യൻ, 24. BMC ശ്രാവണ മഹോത്സവം 2025ന്റെ ഗ്രാൻഡ് ഫിനാലെ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച BMC ലീഡ് അവാർഡ് സെറിമണിയും BMCയുടെ 5ാം വാർഷികാഘോഷങ്ങളും ശ്രദ്ധേയമായി. ചടങ്ങിൽ ക്രിസ്മസ് ആഘോഷമായ നക്ഷത്രത്തിളക്കം 2025ന്റെ ഭാഗമായി ഗ്ലോറിയയുടെ പോസ്റ്റർ പ്രകാശനവും നിർവഹിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ അതിവിപുലമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മിനിസ്ട്രി ഓഫ് ലേബർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹൈക്കി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിശിഷ്ടാതിഥികളായി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടർ ബ്രിഗേഡിയർ പൈലറ്റ് അലി മുഹമ്മദ് അൽ ഖബീസി, നോർത്തേൺ ഗവർണറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ ഇസാം അൽ ഖയ, സേക്രഡ് ഹാർട്ട് ചർച്ചിന്റെ വികാരിയും തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആദ്യ റെക്ടറുമായ റവറൻ ഫാദർ ഫ്രാൻസിസ് ജോസഫ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് എന്നിവരും പങ്കെടുത്തു. അതിഥികളേവരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ശ്രാവണ മഹോത്സവം വൈസ് ചെയർമാൻ ഷറഫ് അലി കുഞ്ഞി സ്വാഗതം ആശംസിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ 30 ദിവസം നീണ്ടുനിന്ന BMCയുടെ ഓണാഘോഷം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ച സംഘാടക സമിതി അംഗങ്ങൾക്കും സ്പോൺസേഴ്സിനും പിന്തുണച്ച ഏവർക്കും നന്ദി അറിയിച്ചു. ഒരു കോവിഡ് ബേബിയായി ആരംഭിച്ച BMC ഇന്ന് 5 വർഷം പിന്നിടുമ്പോൾ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സമൂഹ സേവനത്തിന് മുൻഗണന നൽകി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. Bahrain Media City is a COVID baby, known as a COVID baby. With all your support, Bahrain Media City is accomplishing or completing the journey 5 years. We are so proud and we are so happy and we are so thankful to each and every one of you for supporting Bahrain Media City activities. സാമൂഹിക മാനവിക സംരംഭക മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും BMC നൽകുന്ന ഈ വർഷത്തെ BMC ലീഡ് അവാർഡുകൾ ചടങ്ങിൽ പ്രഖ്യാപിക്കുകയും അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തത് പരിപാടിക്ക് മികവ് കൂട്ടി. BMC ലീഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ മക്കൾക്കുള്ള സേവനത്തിനായി നടത്തിവരുന്ന സ്നേഹ റിക്രിയേഷൻ സെന്ററിന് സമ്മാനിച്ചു. ലീഡ് ഫിലാന്ത്രോപ്പിസ്റ്റ് അവാർഡ് പ്രഗത്ഭ സാമൂഹിക പ്രവർത്തകനും ബഹ്റൈൻ ക്യാൻസർ കെയർ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ PV ചെറിയാൻ, ലീഡ് ഗുഡ് സമാരിറ്റൻ അവാർഡ് MICCA രക്ഷാധികാരിയും സേക്രഡ് ഹാർട്ട് ചർച്ച് മുൻ കോർഡിനേറ്ററുമായ ഡേവിഡ് സി മാത്യു, ലീഡ് ബിസിനസ് എക്സലൻസ് അവാർഡ് രതീഷ് അസോസിയേറ്റ്സ് MT രതീഷ് പുത്തൻപുരയിൽ, BMC ബിസിനസ് ഐക്കോൺ അവാർഡ് ഫെർവന്റ് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനി ഡയറക്ടർ മാത്യു പുത്തൻപുരയ്ക്കൽ, സോഷ്യൽ സർവീസ് എക്സലൻസ് അവാർഡ് പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, BMC ലീഡ് അച്ചീവ്മെന്റ് അവാർഡ് ഷറഫ് അലി കുഞ്ഞി എന്നിവർക്ക് നൽകി എല്ലാ അവാർഡ് ജേതാക്കളെയും വേദിയിൽ ആദരിച്ചു. ചടങ്ങിൽ
ചടങ്ങിനോടനുബന്ധിച്ച് BMC എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്തുമസ് ആഘോഷമായ നക്ഷത്രത്തിലക്കം 2025ന്റെ ഭാഗമായി ക്രിസ്തുമസ് സന്ദേശം നൽകുന്ന ഓൺലൈൻ പരിപാടിയായ ഗ്ലോറിയയുടെ പോസ്റ്റർ പ്രകാശനം ഫാദർ ഫ്രാൻസിസ് ജോസഫ്, പ്രൊജക്ട് ഡയറക്ടർമാരായ ഷിനോയ് പുളിക്കൽ, റിജു ആൻഡ്രൂസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പങ്കെടുത്ത അതിഥികളെയും ശ്രാവണ മഹോത്സവത്തിന്റെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കൺവീനർമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഐമാക്കിലെ പ്രശസ്ത കൊറിയോഗ്രാഫർ പ്രശാന്ത് മാസ്റ്റർ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സിംസ് ഭരണാധികാരികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സിന്നു ടീച്ചർ ആൻഡ് ടീമിന്റെ തമിഴ് മ്യൂസിക്കൽ ഡ്രാമ കൈലാസകാവ്യം, ഐമാക് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റുഡൻസ് അവതരിപ്പിച്ച വെൽക്കം ഡാൻസ്, ടീം ഗസാനി അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ശ്രാവണ മഹോത്സവം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനിലത്ത് പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. വിനോദ് നാരായണനും രാജേഷ് പെരുങ്ങുഴിയും അവതാരകരായ പരിപാടി BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, സംഘാടക സമിതി അംഗങ്ങളായ സുധീർ തിരുനിലത്ത്, മണിക്കുട്ടൻ, ബിബിൻ വർഗീസ്, കൺവീനർമാർ, സംഘാടക സമിതി, BMC കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ആർപ്പോ വിളികളോടെ കൊടിയിറക്കിയതോടെ 30 ദിവസം നീണ്ടുനിന്ന ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ശ്രാവണ മഹോത്സവം 2025 ഔദ്യോഗികമായി സമാപിച്ചു. 24 ബഹ്റൈൻ. ശബരിമല പാതയിൽ അട്ടത്തോടിന് സമീപം KSRTC ബസ്സിന് തീപിടിച്ചു. തീർത്ഥാടകർക്ക് പരിക്കില്ല. സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. സലീം, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? തീർത്ഥാടകർ ഉള്ളപ്പോഴാണോ ബസ്സിൽ തീപിടിച്ചത്? ഗോകുൽ, രാത്രി 10 മണിയോടടുത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. ശബരിമല പാതയിൽ അട്ടത്തോട് പ്രദേശത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. ബസിന്റെ പിൻഭാഗത്തെ ടയർ പൊട്ടുകയും ആ ടയർ പിന്നീട് പൊട്ടിയതിനു ശേഷം അതിന്റെ ടയറിന്റെ കമ്പി മാത്രം ഈ റോഡിൽ ഉരയുകയും ചെയ്ത് കുറച്ചു ദൂരം സഞ്ചരിച്ചു. അങ്ങനെയാണ് തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും ആ ബസിന്റെ പിൻഭാഗത്ത് വലിയ നിലയിൽ തീ ആളിപ്പടരുന്നൊരു സ്ഥിതി ഉണ്ടായി. നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ നിലയിൽ വലിയ തീ ബസിന്റെ പിൻഭാഗത്ത് ആളിപ്പടരുന്നൊരു സ്ഥിതി ഉണ്ടായി. ബസ്സിലുണ്ടായിരുന്ന ആളുകളെ ഉടൻ തന്നെ പുറത്തിറക്കാനായി നാട്ടുകാർ ഈ തീ കാണുകയും ഒപ്പം തന്നെ അവിടെ നിന്നുള്ള പോലീസ് സ്റ്റേഷനിലും ഫയർ സ്റ്റേഷനിലും വിവരം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് തീ അണച്ചത്. പക്ഷേ ഈ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഉൾപ്പെടെ സമയോചിതമായ ഇടപെടലിൽ വളരെ വേഗത്തിൽ തന്നെ യാത്രക്കാരെ പുറത്തിറക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഗോകുൽ, ശരി സലീം. ഏതായാലും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനാണ് തീപിടിച്ചത്. പക്ഷേ യാത്രക്കാർക്കാർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. സലീം മാലിക്കാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കലാലയം സാംസ്കാരിക വേദിയുടെ സൗദി വെസ്റ്റ് നാഷണൽ സംഘടിപ്പിക്കുന്ന 15ാമത് സാഹിത്യോത്സവിന്റെ സംഘാടക സമിതി നിലവിൽ വന്നു. ചെയർമാനായി ഷാഫി ബാഖവി മീനടത്തൂരിനെയും ജനറൽ സെക്രട്ടറിയായി കുഞ്ഞിമോൻ കാക്കിയെയും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി ജമാൽ കക്കാടിനെയും തെരഞ്ഞെടുത്തു. ജനുവരി 9 മക്കയിലാണ് സാഹിത്യോത്സവം നടക്കുക. സൗദി വെസ്റ്റ് പ്രവിശ്യയിലെ ജിസാൻ, ജിദ്ദ, മക്ക, മദീന, തായിഫ്, യാംബു എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നാഷണൽ സാഹിത്യോത്സവിൽ മാറ്റുരയ്ക്കുക. കലാസാഹിത്യ മേഖലകളിലായി 80-ൽ പരം മത്സര ഇനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മക്ക, മദീന, ഇരുഹറം പരിപാലന ജനറൽ അതോറിറ്റിയുമായി കരാറിൽ ഒപ്പിട്ട് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതോറിറ്റിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ലുലു സ്റ്റോറുകളിൽ പ്രത്യേക ഇളവുകൾ നൽകുന്നതാണ് കരാർ. ജനറൽ അതോറിറ്റി ഷെയർഡ് സർവീസസ് സെക്ടർ വൈസ് പ്രസിഡന്റ് ഐമാൻ ബിൻ അബ്ദുറഹ്മാൻ അൽ ജുനൈദിയും ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതോറിറ്റി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് പ്രതിനിധികളായ അഹമ്മദ് ബിൻ സൽമാൻ അൽ ഹസ്മി, ഹോസം ബിൻ വഹീദ് മോർസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മക്കയിലെ ലുലു അൽ റുസൈഫ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ജബൽ ഒമർ, മദീനയിലെ ലുലു അൽ മനാഖ അടക്കം സൗദിയിലെ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും അതോറിറ്റി ജീവനക്കാർക്ക് ഷോപ്പിംഗ് ഇളവുകൾ ഇതോടെ ലഭ്യമാകും. ജിദ്ദയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച് പാണ്ടിക്കാട് പ്രവാസി അസോസിയേഷൻ. പപ്പോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി. കലാപരിപാടികൾ, ഗാനമേള തുടങ്ങിയവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരത്തിൽ പഞ്ചായത്തിലെ 14ഓളം ക്ലബ്ബുകൾ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം ജിദ്ദ പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിൽ നടന്ന ഗൂഗ്ലീസ് ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്കൂളുകൾ അണിനിരന്ന ടൂർണമെന്റിൽ ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ 3 വിഭാഗങ്ങളിലും കിരീടം നേടി. ജിദ്ദയിലുള്ള വിദേശ ഇന്റർനാഷണൽ സ്കൂളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതായിരുന്നു ഗൂഗ്ലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ്. ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും ജിദ്ദയിലെ വിവിധ ഇന്റർനാഷണൽ സ്കൂളുകളും ടൂർണമെന്റിൽ പങ്കെടുത്തു. 13 മുതൽ 18 വയസ്സ് വരെ 3 കാറ്റഗറികളിലായിരുന്നു മത്സരങ്ങൾ. നവംബർ 14, 21 തീയതികളിൽ നടന്ന പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച ഫൈനൽ മത്സരങ്ങൾ നടന്നു.
3 വിഭാഗങ്ങളിലും ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് ജേതാക്കൾ. 18 വയസ്സ് വിഭാഗത്തിൽ അൽ ഹുക്കാമ ഇന്റർനാഷണൽ സ്കൂളിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. 16 വയസ്സ് വിഭാഗത്തിൽ അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂളിനെ 3-1 പരാജയപ്പെടുത്തിയ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ 13 വയസ്സ് വിഭാഗത്തിൽ അഹ്ദാബ് ഇന്റർനാഷണൽ സ്കൂളിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. സമാപന ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഗുജറാത്ത് സൂറത്തിൽ മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. സൂറത്ത് SPNITയിലെ ബിടെക് 3ാം വർഷ വിദ്യാർത്ഥി തൃശൂർ സ്വദേശി അദ്വൈത് നായരാണ് മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ചികിത്സ വൈകിയെന്നാരോപിച്ച് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അദ്വൈത് ക്ലാസ്സിലെത്താതിരുന്ന വിവരം NIT അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചില്ലെന്ന് സൂറത്ത് കേരള സമാജം പ്രസിഡന്റ് സുനിൽ നമ്പ്യാർ 24നോട് പറഞ്ഞു. പക്ഷെ ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം ബോഡി അവിടെ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നായിരുന്നു. കാരണം മറ്റ് ഇവരുടെ സഹപാഠികളൊക്കെ വിവരം അറിയിച്ചെങ്കിലും കോളേജ് അധികൃതർ കൃത്യമായ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അപകടം നടന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ച സംഭവിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു 2-3 മാസക്കാലമായി കോളേജിന്റെ ക്യാമ്പസിനകത്തുള്ള ആ ഒരു ഹോസ്റ്റൽ ഉണ്ടായിട്ട് കൂടി ഈ വിവരം ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ള വിവരം രക്ഷിതാക്കളെ അറിയിക്കുന്ന കാര്യത്തിലും കോളേജ് അധികൃതരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം. കേരള സർക്കാരിനെ വെട്ടിലാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകില്ല എന്ന് കോടതി അറിയിച്ചു. സുഗമമായ നടത്തിപ്പിനായി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വിശദീകരണം. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ നീക്കം. അതേസമയം SIR നീട്ടിവെക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലുള്ള SIR നടപടികൾ പ്രായോഗിക പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR നടപടികൾ തടസ്സം സൃഷ്ടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ SIR നടപടികളുടെ ഭാഗമാക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ സംസ്ഥാന സർക്കാർ ഭരണപരമായ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി മുഖേന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും മറുപടിയിൽ പറയുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIRഉം ഒന്നിച്ചു മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നടപടികൾ പൂർത്തിയായി. SIR നടപടികൾ മാറ്റിവെക്കാനാകില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ ഉന്നയിച്ച ആശങ്കയും അടിയന്തര ആവശ്യവും മറികടക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം SIR നടപടികളുടെ സമയപരിധി നീട്ടിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവും ഹർജിക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. R. അച്യുതൻ, 24, ഡൽഹി. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് EDയുടെ നോട്ടീസ്. നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകണമെന്നാണ് നോട്ടീസ്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ED നോട്ടീസ് നൽകി. EDയുടേത് BJPക്കുള്ള പാദസേവയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ലാവ്ലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അതേസമയം ഫെമ ചട്ടലംഘനമില്ലെന്നും ED നോട്ടീസിലെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കിഫ്ബി വിശദീകരിച്ചു. 2019 ജനുവരിയിൽ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള യോഗത്തിലായിരുന്നു ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഈ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചതിൽ ചട്ടലംഘനമുണ്ടായി എന്നാണ് നോട്ടീസിലുള്ളത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 3 മാസം മുൻപ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. ED നടപടിക്കെതിരെ TM തോമസ് ഐസക് രംഗത്തെത്തി. EDയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനൊരു അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്.
മസാല ബോണ്ട് ഇടപാടും എസ്എൻസി ലാവലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. എസ്എൻസി ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾ. C&AG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് 2021 മസാല ബോണ്ട് ഇടപാടിൽ ED അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 7 തവണ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകി. ഇതിനെതിരെ തോമസ് ഐസക്ക് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 24 കൊച്ചി. ഡിറ്റുവ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകി. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറുകളായി തുടരുന്ന മഴയിൽ ചെന്നൈയിലെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശ്രീലങ്കയിൽ മരണം 334. ഇടതടവില്ലാത്ത മഴയാണ് തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്താണ് കേന്ദ്ര ജല കമ്മീഷന്റെ ജാഗ്രതാ നിർദ്ദേശം. ചെന്നൈയിലും തിരുവള്ളൂരും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലുമാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയത്. മണിക്കൂറുകളായി തുടരുന്ന മഴയിൽ ചെന്നൈ നഗരത്തിലെ മൈലാപ്പൂർ, ടി നഗർ, കോയമ്പേട്, വത്സരവാക്കം, വ്യാസർപടി തുടങ്ങി വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തീവ്ര ന്യൂനമർദ്ദമായ ഡിറ്റുവ നിലവിൽ തമിഴ്നാടിന്റെ വടക്കൻ തീരത്തു നിന്നും ശരാശരി 35 കിലോമീറ്റർ അകലെയാണ്. ഇന്ന് രാത്രിയോടെ ഇത് ന്യൂനമർദ്ദമായി മാറും. മഴയ്ക്കൊപ്പം തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 മരണം റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 334 പേർ മരിച്ചു. 370 പേരെ കാണാനില്ല. രാജ്യത്തെ 25 ജില്ലകളിലായുള്ള 11 ലക്ഷം പേരെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ബാധിച്ചത്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.